നാളെ വർഷം അങ്ങനെ ശബരിമലയുടെ സ്വത്ത് പുറത്ത് സൂക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ അത് സ്പോൺസർ ചെയ്തത്, അവിടെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ അത് കൈവശം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ സുഹൃത്തിന്റെ കൈവശമുണ്ട് എന്ന വിവരങ്ങൾ മറന്നുപോയിക്കൊണ്ട് അത് എവിടെയാണ് എന്നൊരു ചോദ്യം ഉന്നയിച്ചു എന്ന വിശദീകരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴും അത് ആകപ്പാടെ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ആഴ്ച മുൻപ് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പീഠം എവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ എവിടെയാണ് എന്നതിൽ അറിയുകയില്ല എന്നുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ടെലിവിഷനിലൂടെ കേട്ടറിഞ്ഞ് കോട്ടയം സ്വദേശിയായിട്ടുള്ള വാസുദേവൻ എന്ന സുഹൃത്ത് തന്നെ വിളിക്കുകയും 4.5 വർഷമായി ഈ പീഠം തൻ്റെ കൈവശമാണ് ഉള്ളത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. തുടർന്ന് ഈ മാസം 13-ാം തീയതിയോ 14-ാം തീയതിയോ കോട്ടയത്ത് നിന്നും മകൾക്കൊപ്പം തിരുവനന്തപുരത്ത് തൻ്റെ വീട്ടിലെത്തി പീഠം കൈമാറുകയാണ് ഉണ്ടായത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി താൻ സഹോദരിയുടെ വീട്ടിൽ ഇത് ഏൽപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. കോവിഡ് കാലത്ത് കോട്ടയം സ്വദേശിയായിട്ടുള്ള വാസുദേവനും കാർപ്പൻ്ററും ചേർന്നാണ് ശബരിമലയിലെത്തിയത്. അങ്ങനെ നടയടച്ച ശേഷം ഇത് ഘടിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് ദ്വാരപാലക ശില്പങ്ങളുമായി പീഠം യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ മഹസറിൽ ഇത് രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അന്നേരം തന്നെ കോട്ടയം സ്വദേശിയായിട്ടുള്ള ആളുടെ പക്കൽ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളിലേക്ക് ഈ വെളിപ്പെടുത്തൽ കൂടി എത്തിച്ചേരുകയാണ്. കാരണം 4.5 വർഷ കാലയളവിൽ ഇത് എവിടെയാണ് എന്നത് എന്തുകൊണ്ട് സ്പോൺസറായിട്ടുള്ള ആൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ എന്നതടക്കം സംശയത്തിലാണ്. എന്തായാലും തനിക്ക് ഓർമ്മക്കുറവുണ്ട്, ദിവസേന അതിന് ആവശ്യമായ മരുന്നുകൾ കഴിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇന്ന് ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ ഇത് പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും കോടതിയുടെ ഇടപെടൽ എന്നതുകൂടി ഈ ഘട്ടത്തിൽ നിർണായകമാണ്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. പീഠം എവിടെയാണ് എന്ന് അറിയില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് അടക്കം പറഞ്ഞത്. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. വച്ചു നോക്കിയപ്പോൾ അതിലൊരു അപാകത തോന്നി. കാര്യം സൈസിൽ വ്യത്യാസം വന്നു. ഉദ്യോഗസ്ഥർ അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരു അവ്യക്തത ഇപ്പൊ വിജിലൻസിന് അത് അന്വേഷിക്കാനായിട്ട് കോടതി എന്നെ നിർദ്ദേശിച്ചിരുന്നു.